വേദിയിലെയും സദസ്സിലെയും ഭഗവാന് മൈത്ര പാർവതീവിലാസം LP സ്കൂൾ, ഈ സ്കൂളിനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണ്. ഭാര്യ എന്നും ഭർത്താവ് എന്ന പദം ഉപയോഗിക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതുകൊണ്ടാണ് ജീവിത പങ്കാളി, സഹധർമ്മിണി എന്നൊക്കെ ഉപയോഗിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഇവിടെ പഠിപ്പിച്ച പല അധ്യാപകരുടെയും പേരുകൾ ചിരിത ടീച്ചറും, വലിയ ദാമോദരൻ മാഷും, ചെറിയ ദാമോദരൻ മാഷും, വേണു മാഷും. ഞാൻ ദാമോദരൻ മാഷോട് വന്നപാട് ചോദിച്ചു, നിങ്ങൾ വലുതാണോ ചെറുതാണോ? അപ്പോൾ ദാമോദരൻ മാഷ് ചെറിയ ദാമോദരനാണ്. അപ്പൊ ഈയൊരു വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ. ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യകാലത്ത് ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിച്ച ആൾക്കാരെ നമ്മൾ ഇന്ന് ആദരിച്ചില്ല. ഒരുപാട് ഓർമ്മകൾ നമുക്കൊക്കെ ഉണ്ട്. നേരത്തെ വീരാൻകുട്ടി മാഷ് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ചില മാഷോർമ്മകൾ ആണ് നമ്മളുമായി പങ്കുവച്ചത്. കുറച്ചു കാലം അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന മേഖലയിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ആ സമയത്ത് പലപ്പോഴും ഈ പുതിയ കാലത്തെ അധ്യാപകർ പറയാറുണ്ട്, ഇപ്പം കുട്ടികൾക്കൊന്നും ഒരു ബഹുമാനവും ഇല്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അവരോട് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആരെ ബഹുമാനിക്കണമെന്നറിയാം എന്നതാണ്. പക്ഷേ നേരത്തെ എന്തുകൊണ്ട് ആ അധ്യാപകരെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ചെറുതാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് വീരാൻകുട്ടി മാഷ് പറഞ്ഞത്. പല്ല് തേക്കാതെ വന്ന കുട്ടികളെ പല്ല് തേപ്പിക്കുകയും എന്തിന് ചന്തി കഴിച്ചു കൊടുത്ത ടീച്ചർമാരും മാഷന്മാരും. അത് തന്നെയാണ് അതൊരു വല്ലാത്ത ബന്ധം. കൽപ്പറ്റ നാരായണ മാഷ് ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു അധ്യാപകൻ ബസ്സിൽ കയറിയാണ്, നിറയെ ആളുണ്ട്, ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് അദ്ദേഹം 25 കൊല്ലം മുമ്പേ പഠിപ്പിച്ച ഒരു കുട്ടി സീറ്റിലിരിക്കുകയാണ്. മാഷ് കണ്ടപ്പോൾ ചാടി എണീച്ചു, സർ ഇവിടെ ഇരിക്കണം, വേണ്ടടോ താൻ അവിടെ ഇരുന്നോ എന്ന അധ്യാപകൻ. അങ്ങനെ ഇവർ രണ്ടുപേരും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ കുട്ടി പോയിട്ട് അവിടെ ഇരുന്നു. അത് മാഷ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇന്ന് കുട്ടിയെ പല്ല് തേപ്പിക്കണ്ട, പല്ല് തേച്ച് പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് അടക്കം ഇട്ടിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. പിന്നെന്താ നമുക്ക് ചെയ്യണ്ട. അപ്പോ കാലഘട്ടം ഒരുപാട് മാറി. ഈ മാറ്റമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലും ഉണ്ടായത്. കാലം എത്ര വേഗമാണ് മാറുന്നത്. ഒരുപാട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിനുണ്ടായ മാറ്റം, കുടുംബങ്ങൾക്കുണ്ടായ മാറ്റം. ഞാനൊരു 4 ദമ്പതിമാരെ, 4 തലമുറയിൽപ്പെട്ട 4 ദമ്പതിമാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ കണ്ട ഏറ്റവും സീനിയറായ ദമ്പതി എൻ്റെ അച്ചാച്ചനും അച്ചമ്മയുമാണ്. അച്ചാച്ചനും അച്ചമ്മയും തമ്മിൽ 16 വയസ്സിന്റെ വ്യത്യാസം. പക്ഷേ ഒരിക്കൽ പോലും അച്ചാച്ചൻ അച്ചമ്മയുടെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എടോ ഏയ് കന്യായ. അന്ന് 5 വയസ്സും 6 വയസ്സുള്ള എൻ്റെ വിചാരം അച്ചമ്മന്റെ പേര് എടോ ഏയ് എന്നാണ്. അപ്പൊ ഞാനും ഇടക്കിടക്ക് വിളിക്കും എടോ ഏയ്. എനിക്കറിയില്ല. ഇനി അച്ചമ്മ അച്ചാച്ചന്റെ മുഖത്ത് പോലും നോക്കി വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടുത്ത് നിൽക്കുന്ന ഞാൻ എന്നോടാ പറയാ, എടാ നീ അച്ചാച്ചനോട് പറ കഞ്ഞി കുടിച്ചോടെ, അതങ്ങ് നേരിട്ട് പറഞ്ഞ പോലെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോ
അച്ചാച്ചന്റെ മുഖത്ത് പോലും നോക്കാത്ത ഈ അച്ഛമ്മ എങ്ങനെയാപ്പ 5 പ്രസവം നടത്തിയത്? അത് കുറച്ച് വലുതായിട്ടാട്ടോ, അന്ന് എനിക്ക് അത്രയൊന്നും അറിഞ്ഞൂടാണ്. ഇതാണ് ഞാൻ കണ്ട 1ാം തലമുറ. അടുത്തത് 2G ആണ്, അങ്ങനെ പറയുന്നത് കുറച്ചുകൂടി സുഖം. 2ാം തലമുറ എൻ്റെ അച്ഛനും അമ്മയാണ്. അവിടെ വന്ന മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയുടെ പേര് വിളിക്കാൻ തുടങ്ങി. ഭാര്യയുടെ പേര് വിളിക്കാൻ തുടങ്ങിയ ഭർത്താക്കന്മാരുടെ തലമുറ അച്ഛന്റെ തലമുറയിൽ നിന്ന് ആരംഭിക്കുന്നു. അമ്മ നേരിട്ട് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കുന്നു. അതാണ് 2ാം തലമുറയുടെ പ്രത്യേകത. പിന്നെ 3ാമത്തെ 3G ഞാനും എൻ്റെ ഭാര്യയാണ്. അത് ഭർത്താവിനെ ഏട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന തലമുറയാണ്. 1. 2, ഞങ്ങൾക്ക് 2 പേർക്കും വിരല് ചൂണ്ടി വർത്തമാനം പറയാൻ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു തലമുറയാണ് 3ാം തലമുറ. ഇടയ്ക്ക് ഇവിടെ എന്നോട് ഒരു കാര്യമുണ്ട്, ശരിയാവില്ല കേട്ടോ. അങ്ങനെ പരസ്പരം വിരല് ചൂണ്ടി വർത്തമാനം പറയാൻ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു തലമുറയാണ് 3G. ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകളും മകളുടെ ഭർത്താവും 4ാം തലമുറയാണ്. ഇവര് 2ആളും പരസ്പരം പേരാ വിളിക്കുന്നു എന്ന് മാത്രമല്ല, വല്ലപ്പോഴും ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഞാൻ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകും. ആ സമയത്ത് ഇവളിങ്ങനെ വിളിക്കും, വിഷ്ണു ഇങ്ങോട്ട് വേണം. ഞാൻ ആ സമയത്ത് 86 വയസ്സുള്ള എൻ്റെ അമ്മയുടെ മുഖത്തുള്ള മിന്നലാട്ടങ്ങൾ ശ്രദ്ധിക്കാറില്ല, ഒന്നും പറയൂല. ഇത് തലമുറകൾക്ക് വന്ന മാറ്റം. ഇതിൽ ഏത് തലമുറയാണ് ശരി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയും, ഇത് 4ഉം ശരിയാണ്. കാരണം ഓരോ ശരിയും ഓരോ കാലഘട്ടത്തിന്റെ ശരികളാണ്. ഇങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിനുണ്ടായി, വിദ്യാഭ്യാസത്തിനുണ്ടായി, വിദ്യാലയങ്ങൾക്കുണ്ടായി. ഇവിടെ 43-ൽ ആണ് ഈ വിദ്യാലയം ആരംഭിച്ചത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആ 43-ൽ ഈ പ്രദേശത്തെ എല്ലാ കുട്ടികളും ഈ സ്കൂളിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. 1. 2, ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ഒരേ പരിഗണനയായിരുന്നു കിട്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ തർക്കിക്കാൻ നിങ്ങളാന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ അതിനോട് വിയോജിച്ചു. കാരണം ജാതിയുടെ അങ്ങേ അറ്റത്ത് നിന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാ കുട്ടികളും സ്കൂളിൽ വന്നിട്ടില്ല. സ്കൂളിൽ കുട്ടികൾ വരാൻ തുടങ്ങിയ കാലത്തിന് തന്നെ പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിനുള്ളത്, ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളും ഈ 2025 ജൂൺ 1-ാം തീയതി സ്കൂളിലേക്ക് പോകുന്നുള്ളതാണ്. ഉറപ്പാ പോകുന്നുള്ളത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറേയില്ല. ആ കുട്ടികളിൽ ചിലരൊക്കെ റോഡിന്റെ പണിക്കൊക്കെ വന്ന മറ്റ് അതിഥി തൊഴിലാളികളൊക്കെ മക്കളൊക്കെ ഇപ്പം പഠിക്കുന്നത് എന്ന് പറയുന്ന റോഡിലായിട്ടാണ്. ഒരു പഠിക്കുന്നുണ്ടോ ഇല്ലെന്നുണ്ട് പക്ഷെ എന്നാൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു. മലയാള കവിതാരചനാ മത്സരത്തിൽ കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ 1-ാം സ്ഥാനം കിട്ടിയത് ഒരു ബീഹാറിൽ നിന്ന് വന്ന ഒരു കുട്ടിയായി. അങ്ങനെ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരാൻ ഇവിടെ തുടങ്ങിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് സാമൂഹ്യപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ മുക്കിലും സ്കൂളുകൾ ഉണ്ടായത്? 2-3 കാരണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. സാർവത്രികമായി കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയ കൊല്ലം ഏതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ദാമോദരൻ വളരെ കൃത്യമായിട്ട് അതിന്റെ വിലയിരുത്തൽ നടത്തിയ ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. 70-കൾക്ക് ശേഷമാണ്. 70-കൾക്ക് ശേഷമാണ് മിക്ക കുട്ടികളും, ഒരുപക്ഷെ 70, 80, 90% കുട്ടികൾ സ്കൂളിൽ വരാൻ തുടങ്ങി. അതിന്റെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചോ എന്ന് എനിക്കറിയില്ല. ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ എന്നെ ഒരാളും ഇറക്കി വിടില്ല എന്ന് ഉറപ്പ് കിട്ടിയ ആ സമയത്ത്, അതായത് തന്റേടം എന്ന വാക്ക് മലയാളത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. തന്റേതായ ഇടം.
നേരത്തെ അങ്ങനെ ഒരു ഇടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചവിട്ടി നിൽക്കാൻ മണ്ണും തല ചായ്ക്കാൻ ഒരു വീടും എപ്പോഴാണോ എല്ലാവർക്കും കിട്ടിയത് കേരളത്തിൽ, അന്നാണ് തൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം വേണമെന്ന ചിന്ത നാട്ടുകാർക്ക് ഉണ്ടാവുന്നത്. ഒരു വലിയ സത്യം. അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായി. അത് വളരെ ശക്തിപ്പെടാൻ തുടങ്ങി. പക്ഷെ ഇപ്പോ എന്താണ് നമ്മുടെ ഒരവസ്ഥ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ചെറുതായി. പഴയതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ പോവാണ്. ജാതിയുടെ മതത്തിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ചെറുതായി കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ പേര് ചോദിക്കുമ്പോഴും പേര് പറയുമ്പോഴും അയാൾ ഏത് മതത്തിലാണ് എന്ന് സ്വയം ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വടകരയിൽ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. നിങ്ങൾ ആരെയും കയ്യിൽ അതിന് കിട്ടിയോന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. ശരിയല്ല എന്നുള്ളതുകൊണ്ട്. ഇത് ഈ 2024 ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. ആ ഹോട്ടൽ ഉദ്ഘാടനത്തിന് റീൽസിൽ കൊടുത്ത പരസ്യം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്. അവർ മാത്രമാണ് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും ഈ ഹോട്ടലിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത് 100 കൊല്ലം മുമ്പല്ല, 2024 സമുദായത്തിന്റെ പേരൊന്നും പറയാത്ത വെച്ചാൽ അത് ആരോ ചെയ്തതിന് എല്ലാ സമുദായക്കാർക്കും ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. ഒരു ഈഴവനായ ഒരു ചെറുപ്പക്കാരൻ ഒരമ്പലത്തിലെ കഴകം പരീക്ഷ എഴുതി ജോലിക്ക് ചേർന്നപ്പോ അയാൾ ഈഴവനാണ് എന്നതുകൊണ്ട് മാത്രം അവിടുത്തെ ബ്രാഹ്മണ്യം അവനെ അംഗീകരിക്കാതിരിക്കുകയും അവനെ നിരന്തരമായി പീഡിപ്പിക്കുകയും അവൻ ആ ജോലി വിട്ടേച്ച് പോവുകയും ചെയ്തത് ഈ 2024. വൈക്കം സത്യാഗ്രഹം നമുക്ക് ഓർമ്മയുണ്ട്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിന്റെയും നേതൃത്വത്തിൽ അവരുടെ ആശയ പിൻബലത്തിൽ നടന്ന അവർണർക്ക്, അങ്ങനെ വാക്ക് ഉപയോഗിക്കാവോ എന്നത് മറ്റൊരു വിഷയം, ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിനല്ല, ആ ക്ഷേത്രത്തിന്റെ മുന്നിലെ റോഡിലൂടെ, പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന റോഡിലൂടെ നടക്കരുത് എന്ന നിയമത്തിനെതിരെ സംഘടിക്കുകയും സമരം ചെയ്യുകയും ആ അവകാശം സ്ഥാപിച്ചു കിട്ടുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ ജാതി താലം കെട്ടിയാടുകയാണ്. അവിടെ താലമെടുക്കുന്നത് 3 ദിവസമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു സമരമൊക്കെ ഉണ്ടാക്കിയേട്ടോ. ആദ്യത്തെ ദിവസം നായന്മാർക്കുള്ള ദിവസമാണ്. ഇതൊക്കെ 2024 നടന്ന കാര്യം ഞാൻ പറയുന്നു. നല്ല സെറ്റും മുണ്ടെല്ലാം എടുത്ത് ഓറഞ്ച് ബ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങനെ അടിവച്ച് അങ്ങനെ നീങ്ങും ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം തീയർക്കുള്ളത് ഒരു മഞ്ഞ കുപ്പായ, കുപ്പായം കണ്ടാൽ അറിയാട്ടോ. മൂന്നാമത്തെ ദിവസം പച്ചക്കുപ്പായ, സെറ്റും മുണ്ടിൽ സെറ്റിലൊന്നും ഒരു കുഴപ്പമില്ല, പച്ചക്കുപ്പായമാണ് അതിന്റെ ബാക്കിയുള്ളത്. എന്നിട്ടും നമ്മൾ പറയും ഇത് കേരളമാണ് എന്ന്. ഇതൊരു തിരിച്ചുപോക്കാണ്. കേരളമായിരുന്നു ഇതൊരു തിരിച്ചുപോക്കാണ്. ആ തിരിച്ചുപോക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പം നായർക്ക് സ്കൂളുണ്ട്, തീയൻ സ്കൂളുണ്ട്, മാപ്പിളക്ക് സ്കൂളുണ്ട്, ക്രിസ്ത്യാനിക്ക് സ്കൂളുണ്ട്. അതുകൊണ്ട് ആ സ്കൂളിൽ ആ വിഭാഗത്തിലുള്ളവർ മാത്രം പഠിക്കുന്നു. ഈ ഓർക്കാട്ടേരിയിലുണ്ട്. മുസ്ലിം കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ ഒരു സ്കൂളുണ്ട് ഓർക്കാട്ടേരി. ഹിന്ദു കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ ഒരു സ്കൂളുണ്ട് ഓർക്കാട്ടേരി. ഓർക്കാട്ടേരിയാണ് നമ്മുടെ ഏറ്റവും അടുത്താണ്. നമുക്ക് ആർക്കും ഒരു വേവലാതിയില്ല ഇതിന്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്ന മുഹമ്മദ്, അവന്റെ ഉപ്പ തലേ ദിവസം വാങ്ങിക്കൊടുത്ത സ്ലേറ്റ് പെൻസിലിന്റെ, ഞാനൊരു സ്ലേറ്റ് പെൻസിൽ എടുത്തിട്ടില്ലെങ്കിൽ ആ സ്ലേറ്റ് പെൻസിലിന്റെ ഒരു കഷ്ണം സ്ലേറ്റിന്റെ
കോള് കൊണ്ട് പൊട്ടിച്ചെനിക്ക് തന്നിരുന്നു എഴുതാൻ. അന്ന് വൈകുന്നേരം വരെ ഞാൻ എഴുതിയത് മുഹമ്മദിന്റെ ഉപ്പ വാങ്ങിക്കൊടുത്ത പെൻസിലും കൊണ്ടാണ്. അതിന് പ്രത്യുപകാരമായി ഞാൻ അടുത്ത ദിവസം വെള്ളത്തണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തണ്ട് എന്താന്ന് ഈ സദസ്സിനെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചില കുട്ടികൾക്ക് മാത്രമേ അത് അറിഞ്ഞുകൂടാനുള്ളൂ. മയിൽപീലി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഈ മയിൽപീലി പുസ്തകത്തിന്റെ താളിലിട്ട് 2 അരിമണി ഇട്ടാൽ അത് പ്രസവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ മയിൽപീലിക്കും വെള്ളത്തണ്ടിനും 1000 സ്നേഹബന്ധത്തിന്റെ കഥ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും മുഹമ്മദ് എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് മുത്തം നൽകുന്നത്. ഞങ്ങളുടെ ഇടയിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. ഈ ഒരു സ്നേഹബന്ധം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഓരോ ജാതിക്കാരും മതക്കാരും സ്കൂൾ തുടങ്ങിയത് കൊണ്ടാണ്. നമ്മൾ അവിടേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷിനോട് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നല്ല ഭാഷയാണ്. ലോകത്തിലുള്ള എല്ലാ ഭാഷയും നല്ല ഭാഷയാണ്. ഇംഗ്ലീഷും നല്ല ഭാഷയാണ്. ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞത്, എനിക്ക് മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതുകൊണ്ട് എന്റെ ഭാര്യതൻ പേര് ഞാൻ ഇംഗ്ലണ്ടിലാക്കി എന്ന്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉള്ളത് കേരളത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓർക്കാട്ടേരിയുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇത് ഇംഗ്ലീഷാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ഒരു ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദിന്റെ ഒരു കഥ ഞാൻ വീണ്ടും തുടരാൻ. ഞാനും മുഹമ്മദും പുറമേരി 1ാം ക്ലാസ് മുതൽ ഒന്നിച്ചതാണ്. പുറമേരി സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചാണ്. മുഹമ്മദ് പഠനത്തിന് വളരെ പിന്നിലാണ്. എല്ലാ വിഷയത്തിലും സമ്പൂജ്യനാണ്. എന്റെ അടുത്തിൽ 2 ആളാണ് എന്റെ അടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുഹമ്മദ് ഇരിക്കും, ഒരു ഭാഗത്ത് അബൂബക്കർ ഇരിക്കും. അബൂബക്കർക്ക് മാർക്ക് 50-ൽ 48ആണ്. അത് മാഷ് ചെറുതായിട്ടാണ് എഴുതുക, 50-ൽ 48. എന്നാൽ മുഹമ്മദിന് പൂജ്യമാണ്. അത് പേപ്പറിൽ വലുതാക്കിയിട്ട് എഴുതും, വട്ടപൂജ്യം, കുമ്പളം. എന്തൊരു ക്രൂരതയാ മാഷ് ചെയ്തതെന്ന് എനിക്കിപ്പോ അറിയില്ല. ഈ മുഹമ്മദിന് കണ്ടുകൂടാത്തൊരു മാഷുണ്ട്, ഒരു ഹിന്ദി മാഷ്. മാഷ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചിലർക്കൊക്കെ അറിയാം. അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല. കണ്ണെടുത്താൽ ഇവന് ഹിന്ദി ഭാഷ കണ്ടുകൂടാ. കാരണം ഇവന്റെ വ്യക്തിത്വത്തെ അധിക്ഷേപിച്ചിട്ടാ അദ്ദേഹം സംസാരിക്കുക, ഒരു ബഹുമാനവും കൊടുക്കാതെ. അങ്ങനെ അവസാനം 10ാം ക്ലാസ്സിലെത്തി. ഞങ്ങളൊക്കെ ഗതികേടിന് പാസ്സായി. മുഹമ്മദ് തോറ്റു. മൂപ്പര് പിന്നെ ബോംബെയിൽ കച്ചവടമൊക്കെ ചെയ്ത് ഗൾഫിൽ പോയി. അങ്ങനെ ഒരു ദിവസം പക്ഷെ ഇവനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എന്റെ മകൻ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണം. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അത് അങ്ങനെ ഉണ്ടല്ലോ ചിലവ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി ആ സ്കൂളിൽ പഠിച്ചോണ്ടാന്ന് പറയുന്നത് അത് പറ്റുമല്ല. കാരണം അതല്ല എന്ന് മൂപ്പർക്കറിയാം. അങ്ങനെ അതേ സ്കൂളിൽ ചേർന്നു. ആ സ്കൂളിൽ ഒരു രക്ഷാകർതൃ സമിതി ക്ലാസുകൾ സംഘടിപ്പിച്ചപ്പോ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ചെന്ന ഉടനെ തന്നെ നമ്മളെ മുഹമ്മദ് ഗൾഫിൽ നിന്ന് വന്നതാ. ഞാൻ ചോദിച്ചു, അല്ലടോ, എന്റെ അവസാനത്തെ കുരുത്തക്കേടിൽ ഒരു ചെറിയുണ്ടായിരുന്നു. ഓനുണ്ട് ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏതായാലും ഇന്ത്യ പ്രസംഗം കണ്ടപ്പോ നോട്ടീസ് കണ്ടപ്പോ ഇന്ത്യ പേരാ കണ്ട്, അതുകൂടി കേട്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ മുഹമ്മദ് നേരെ മുമ്പിൽ വന്നാണ്. ഞാൻ മുഹമ്മദോട് പറഞ്ഞു, ഇതിന്റെ പഴയ കുരുത്തക്കേടൊന്നും കളിക്കരുത്, മിണ്ടാണ്ട് അടങ്ങി വെപ്പിലിരുന്നു. ഓ, ഒരു കുഴപ്പമില്ല, ഈ ദിവസം. അങ്ങനെ ഞാൻ എന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അധ്യക്ഷൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം മുഹമ്മദ് ഇങ്ങനെ മൂപ്പര് വേഗം മൈക്കിന്റെ മുമ്പിൽ വന്ന് ഹിന്ദിയിൽ ഒരു പ്രസംഗം, ഹേ ഭാരത് ദേശവാസിയോ എന്നും പറഞ്ഞു തുടങ്ങിയില്ല. ആൾക്കാർ മുഴുവൻ ഇവനെന്ത് പറ്റിയെന്നില്ല. എന്നടാ, ഇത് നമ്മളെ മുഹമ്മദല്ലേ, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? ഈ ഹിന്ദി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദി ഭാഷയില്ലേ, അയാളെ പെട്ടെന്നോ കേട്ട് ഓടി വന്ന് വാതിലെടുക്ക വന്നാടെ നിൽക്കുക. അതിമനോഹരമായി അങ്ങനെ തൊയ്ച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ നാടൻ ഭാഷയിൽ. ഇവൻ അങ്ങനെ ഹിന്ദി തൊയ്ച്ചിട്ടു. അങ്ങനെ ഹിന്ദി ഭാഷന്റെ വാതിലെടുക്ക വായും പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ഹിന്ദിയിൽ പറഞ്ഞതിന് ശേഷം മുഹമ്മദ് പറഞ്ഞേ, ഇതുവരെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, മലയാളത്തിലേക്കാം.
ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ മലയാളം നമ്മളെ ഹിന്ദി മാഷ് പറയൂന്ന് പറഞ്ഞ താമസം ഹിന്ദി മാഷ് റോട്ടോടിക്ക് ഓടിയ സ്ഥലത്ത് പുല്ല് കൊടുക്കില്ല. കാരണം ഹിന്ദി മാഷൊക്കെ ഹിന്ദി അറിയാവോ? മൈ കർത്താവായി വരുമ്പോൾ ഹും, തും കർത്താവായി വരുമ്പോൾ ഹോ. ഇത് ഹിന്ദി എന്നേരാ പറഞ്ഞ നമ്മളോട്. അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് മേ ഐ ബാത്റൂമിൽ പോട്ടെ സർ. നമ്മുടെ വിചാരം ഇതാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഭാഷ പഠിക്കുന്നതിന് ഒരു ശാസ്ത്രീയപരമായ ഒരു രീതി, ആ രീതിയിലല്ലാതെ ഇപ്പം നമ്മളൊക്കെ മലയാളം പഠിച്ചത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാണ്. ആ ഭാഷ പഠിക്കുന്ന ഒരൊറ്റ ഉദാഹരണം പറയും. നമ്മളൊരു കാക്ക എന്ന വാക്ക് പഠിച്ചതിന്റെ പിന്നിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. കാക്കയെ കാണുന്നു, കാക്കയുടെ നിറം, പല പ്രാവശ്യം മുതിർന്നവർ കാക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൂപ്പർക്ക് നമ്മൾ മനസ്സിലാക്കി കാക്കയാണിത്. അങ്ങനെ കാക്ക എന്ന വാക്കും കാക്ക എന്ന പദവും മനസ്സിൽ അങ്ങനെ രൂഢമൂലമായി. അങ്ങനെയാണ് LKG കൊണ്ടുപോയി ചേർത്തപ്പോൾ ടീച്ചർ കാക്കന്റെ ചിത്രം കാണിച്ചിട്ട് ക്രോ എന്ന് പറയുന്നു. ഇവൻ ചോദിക്കും എന്ത് കാക്കയല്ലേ? ക്രോ. സമ്മതിച്ചു തരൂല നമ്മളെ തലച്ചോറ്. അവസാനം എന്നാ ക്രോ അനേ ക്രോ. അവസാനം എന്തായി എന്നറിയോ? കാക്രോന്നായി. കാക്ക വിട്ടുപോയി, ക്രോലെത്തിയില്ല. ചവയലടിച്ച് നൃത്തം പഠിച്ച പോലെ എന്നുള്ളൊരു ചൊല്ലില്ലേ നമ്മുടെ നാട്ടില്? ചവയലടിച്ച് എന്ന് പറയുന്ന പക്ഷി ഇപ്പൊ നാമാവശേഷനായിക്കൊണ്ടിരിക്കുക. വളരെ അപൂർവമായിട്ട് ഇപ്പം കാണുക. മയിലിന്റെ നൃത്തം കണ്ടിട്ട് നൃത്തം പഠിക്കാൻ പോയതാ. നൃത്തം പഠിച്ചില്ല, നടത്തം മറന്നും പോയി. അവസാനം മൂപ്പൻ ഇങ്ങനെ തുള്ളിക്കാൻ പോകുന്നത്. അതുപോലെ ഇപ്പൊ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ ഈ പ്രാവശ്യം വിവാദം ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ 10ാം ക്ലാസ്സിലുള്ള റിസൾട്ട് വന്നപ്പം കേരളത്തിലെ 2 മന്ത്രിമാർക്കും തമ്മിൽ അടിയായിരുന്നു. ഒരു മന്ത്രി പറഞ്ഞു 10ാം ക്ലാസ് A+ കിട്ടിയ കുട്ടിക്ക് പോലും എല്ലാ മലയാള അക്ഷരവും എഴുതാൻ അറിയില്ല. ഒരു മന്ത്രി പറഞ്ഞു അതൊന്നല്ല, എല്ലാവർക്കും അറിയാമെന്ന്. ഇവര് രണ്ടാളും പറഞ്ഞത് തെറ്റാന്നുള്ളതാണ് നിർദ്ദേശം. 10ാം ക്ലാസ് പഠിച്ചിട്ടും മലയാള അക്ഷരം എഴുതാൻ അറിയാത്തവരുണ്ട് നമ്മുടെ നാട്ടിലെ. പക്ഷെ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ LKG മലയാളം അക്ഷരം എഴുതി പഠിക്കേണ്ട സമയത്ത്, മലയാള വാക്കുകൾ ഉച്ചരിക്കേണ്ട സമയത്ത് ആ കുട്ടിയുടെ നാവിൻ തുമ്പിലേക്ക് കൊടുത്തത് ഇംഗ്ലീഷ് അക്ഷരവും ഇംഗ്ലീഷ് വാക്കുകളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചമയലടിച്ച് നൃത്തം പഠിച്ച പോലെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ മലയാളവും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ ഈ 2 കാര്യത്തിനാണ് നിലനിൽക്കേണ്ടത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സാഹോദര്യവും സ്നേഹവും ജാതിക്കും മതത്തിനും അപ്പുറത്ത് നമുക്ക് കാണാനുള്ള കണ്ണുകൾ ഉണ്ടാവണം എന്നതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം ആ കുട്ടിയുടെ പ്രകൃതത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം കളിക്കാനും കഥ പറയാനും പാട്ട് പാടാനും ഒക്കെയാണ്. പുതിയ കുട്ടിയുടെ കുട്ടിക്കാലം എത്രമാത്രം മാറി എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ വടകരക്കാരനായ PT അബ്ദുറഹീമാൻ, അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ എത്ര പേർ ഓർക്കുന്നു എന്നത് മറ്റൊരു വിഷയം. നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പം പുതിയ കുട്ടിയുടെ കുട്ടിക്കാലം എത്രമാത്രം വ്യത്യാസമുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പാട്ട് ഇതാണ്: കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ പണ്ട്, ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. അയലത്തെ ആളില്ലാ പറമ്പിലെ നാട്ടുമാവിന്റെ ചുവട്ടിൽ ഉണ്ണിമാങ്ങയ്ക്ക് വേണ്ടി അടിപിടി കൂടിയ ഒരു കുട്ടിക്കാലം. കാറ്റു വന്നു കാട്ടിലഞ്ഞി പൂവറുത്തില്ലേ അന്ന്, കൂട്ടുകാർ നാം പൂപെറുക്കി മാല കോർത്തില്ലേ. തലേ ദിവസം ആഞ്ഞു വീശിയ കാറ്റ് വീഴ്ത്തിയിട്ട ഇലഞ്ഞിപ്പൂക്കൾ പെറുക്കിയെടുത്ത് മാല കോർത്ത ഒരു കുട്ടിക്കാലം. അമ്പലക്കാവിൻ ചാരെ അമ്പലപ്പൊയ്ക തന്നിൽ അന്നിറക്കി നാമടയ്ക്കാത്തോടിനാൽ നൗക. മുറ്റത്തും പറമ്പിലും കിട്ടിക്കിടന്ന വെള്ളത്തിൽ കടലാസ് കൊണ്ടും അടക്കാത്തോല് കൊണ്ടും തോണിയുണ്ടാക്കി ഒഴുക്കി വിട്ട ഒരു കുട്ടിക്കാലം. തുമ്പിയെ നമ്മൾ
വാലിൽ നൂലിൽ ബന്ധിച്ചു നീലവാനിലെത്ര പൂവിമാനങ്ങൾ പറപ്പിച്ചു. തുമ്പിയെ അല്ല, പൊക്കനെ. വാലിന്റെ മുകളിൽ നൂല് കൊണ്ട് കെട്ടി ആകാശത്തേക്ക് വിമാനമായി പറപ്പിച്ച ഒരു കുട്ടിക്കാലം, അതിനെ കൊണ്ട് കല്ലെടുപ്പിച്ച ഒരു കുട്ടിക്കാലം. ഇത് നമ്മുടെ കുട്ടിക്കാലം. നമ്മുടെ ഇന്നത്തെ കുട്ടിക്ക് എന്ത് കുട്ടിക്കാലം, എന്ത് നാട്ടുമാവ്, എന്ത് എരഞ്ഞിപ്പൂവ്, എന്ത് കടലാസ് തോണി, എന്ത് തുമ്പി. ചെക്കസ്ലോവാക്കിയയിലെ കുഞ്ഞുങ്ങൾ ഒരു സമര രംഗത്ത് ഇറങ്ങിയപ്പോൾ അവര് പിടിച്ച കാർഡിൽ എഴുതിയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിത്രശലഭത്തെ തിരിച്ചു തരൂ എന്നാണ്. അതുകൊണ്ട് ഈ ഒരു കുട്ടിക്കാലം പോലും, നല്ല ഒരു കുട്ടിക്കാലം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിഷേധിച്ചു. നല്ല ശൈശവമാണ് നല്ല ബാല്യത്തിലേക്ക് നയിക്കുന്നത്. നല്ല ബാല്യമുണ്ടെങ്കിൽ മാത്രമേ നല്ല കൗമാരം ഉണ്ടാവൂ. ഈ ബാല്യത്തിനും ശൈശവത്തിനും അക്ഷരത്തെറ്റ് സംഭവിച്ചാൽ ഒന്നിച്ചിരിക്കുന്ന തന്റെ കുട്ടിയെ തല്ലി കൊല്ലുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഒന്നിച്ച് കിടന്നുറങ്ങുന്നവന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് അക്ഷരം എഴുതും. സ്വന്തം മാതാവിനെ കഴുത്തിന് കത്തി വെക്കും. അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ ജൈവികമായ വളർച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ എണ്ണക്കുറവ് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ പല കാരണങ്ങളാണ്. തീർച്ചയായും ഈ നാട് അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ സ്കൂള് അതിന്റെ കുട്ടികളെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നല്ല വിദ്യാലയം ഒരു കുട്ടിയുടെ അവകാശമാണ്. ഇത് ഇന്ത്യയുടെ നിയമം മാത്രമല്ല, UN പാസാക്കിയ നിയമം. ആരെങ്കിലും ആ അവകാശം നിഷേധിക്കുകയാണെങ്കിൽ ഇവിടെ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷനിൽ ഇവിടെ ഇപ്പം പഠിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഒരു പരാതി കൊടുത്താൽ ആ കുട്ടിക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ അതിന്റെ അധികൃതർ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അവരെ അസാധുവാക്കും. അതിനാ ബാലാവകാശ കമ്മീഷൻ. നല്ല ക്ലാസ് മുറി ഒരു കുട്ടിയുടെ അവകാശമാണ്. നല്ല ബെഞ്ചും ഡെസ്കും കുട്ടിയുടെ അവകാശമാണ്. നല്ല പുസ്തകങ്ങൾ കുട്ടിയുടെ അവകാശമാണ്. നല്ല ഭക്ഷണം കുട്ടിയുടെ അവകാശമാണ്. നല്ല ടീച്ചറും കുട്ടിയുടെ അവകാശമാണ്. അത് ഈ കോമ്പൗണ്ടിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു രക്ഷിതാവിന് ബാലാവകാശ കമ്മീഷനെ സമീപിക്കാം. ഇഷ്ടംപോലെ നിയമമുണ്ട്. കോഴിക്കോട് ഒരു സ്കൂള് അങ്ങനെ നടന്നതാണ്. അമർമാഷ്കോക്ക സ്കൂൾ അറിയാം. അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്താണ് ഏറ്റെടുക്കേണ്ടതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥാപനമാണ് പൊതുവിദ്യാലയങ്ങൾ. നല്ല മനുഷ്യത്വമുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ നേരത്തെ വീരാൻകുട്ടി മാഷ് പറഞ്ഞു. ആദാമിന്റെ മകൻ അബൂവിനെ കുറിച്ച് എന്റെ ഓർമ്മയും ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഓർമ്മ പോയത് അങ്ങനെയാണ്. ആദാമിന്റെ മകൻ അബൂ ഒരു ദിവസം അർദ്ധരാത്രി ഉറക്കം ഞെട്ടിയുണർന്ന് ജനലിലൂടെ നോക്കിയപ്പം കണ്ടത് മുറ്റത്ത് നിന്ന് ഒരാൾ എന്തോ എഴുതുകയാണ്. അബൂ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മാലാഖയാണ്. നിങ്ങൾ എന്താണ് എഴുതുന്നത്? ദൈവത്തിന്റെ പുസ്തകത്തിലേക്ക് ആളെ ചേർക്കുക. അതിന് എന്റെ പേരുണ്ടോ? ഇല്ല. എങ്ങനെയുള്ളവരുടെ പേരാണ് ദൈവത്തിന്റെ പുസ്തകത്തിലേക്ക് വരിക? മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവരുടെ പേര്. പിന്നീട് കുറെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇതേ മാലാഖ തന്റെ വീട്ടുമുറ്റത്തിരിക്കുന്നു. അബൂ ഒച്ചയുണ്ടാക്കാതെ അനക്കമുണ്ടാക്കാതെ പിൻവാതിൽ തുറന്ന് ഈ മാലാഖയുടെ തൊട്ട് പിന്നിൽ പോയി നിന്നു. ആ പുസ്തകത്തിലേക്ക് എത്തി നോക്കി. അബൂ ഞെട്ടിപ്പോയി. ആ പുസ്തകത്തിലെ ആദ്യത്തെ പേര്
ആദാമിന്റെ മകന് അബു എന്നായിരുന്നു. ഈ ഒരു സ്നേഹം ഉണ്ടാവണം, അങ്ങനെ ഒരു മനുഷ്യത്വം ഉണ്ടാവണം. മനുഷ്യർക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മൃഗീയത എന്ന വാക്ക് ആരെയാണോ ഉദ്ദേശിച്ച് പ്രയോഗിക്കുന്നത് അവരൊന്നും ഇതിന് അത്ര വലിയ ക്രൂരത കാണുന്നില്ല എന്നല്ല. ചൂരൽമല ഒരു ഉദാഹരണം. ചൂരൽമല മണ്ണിടിച്ച് മല നീങ്ങിയപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു. നിങ്ങൾ ഞാനും പത്രത്തിലൂടെ TV-യിലൂടെയും കേട്ടതും വായിച്ചതുമാണ്. ഒരു കെട്ടിടത്തിന്റെ വീണുപോയ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ നൂണിറങ്ങിയ ഒരു വീട്ടമ്മ ഇറങ്ങി വരുമ്പോഴാണ് ഒരു കൈ കാണുന്നത്. ആ അവശിഷ്ടങ്ങൾ നീക്കിയപ്പോൾ ഒരു കുട്ടിയായിരുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോ 2-3 പേർ അവശരായി നിൽക്കുന്നു. ഈ 3-4 പേർ കൂരിരുട്ടിൽ, വലിയ തോരാത്ത മഴ, വെള്ളം പൊങ്ങി വരുന്നു. നടന്ന് അവരെത്തിച്ചേർന്നത് കാട്ടാനക്കൂട്ടങ്ങളുടെ നടുവിലായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ വീട്ടമ്മ പറയുന്നു, ഞങ്ങൾ കൈകൂപ്പിക്കൊണ്ട് ആ ആനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല, ഒരു രക്ഷയുമില്ല, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ന് രാവിലെ വരെ അവർക്ക് കാവലാളായി നിന്നത് ആ കാട്ടാനകളായിരുന്നു. ആ മൃഗീയതയെങ്കിലും നമ്മൾ കാണണ്ടേ? അതുകൊണ്ട് നല്ല മനുഷ്യരെ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഒരു നല്ല മനുഷ്യനെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ മനുഷ്യന്റെ പേര് നൗഷാദ് എന്നാണ്. നൗഷാദ് ആരാന്ന് ചോദിച്ചാൽ, നൗഷാദ് ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, വക്കീലല്ല, അധ്യാപകനല്ല, MLA അല്ല, മന്ത്രിയല്ല, പഞ്ചായത്ത് പ്രസിഡന്റും അല്ല. പിന്നെ ആരായിരുന്നു നൗഷാദ് എന്ന് ചോദിച്ചാൽ, കോഴിക്കോട് പട്ടണത്തിൽ മലിനജലം കെട്ടിക്കിടന്ന ഒരു മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ പേരറിയാത്ത, ഊരറിയാത്ത, നാടറിയാത്ത, വീടറിയാത്ത, ഭാഷയറിയാത്ത, വേഷമറിയാത്ത, ജാതി അറിയാത്ത, മതമറിയാത്ത 2 മനുഷ്യാത്മാക്കൾ ജീവനു വേണ്ടി പടയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കെ ആ മാൻഹോളിലേക്ക് ചാടിയിറങ്ങുകയും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സ്വന്തം ജീവൻ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നൗഷാദ്. നൗഷാദ് മരിച്ച ദിവസം ഞാൻ കോഴിക്കോട് പട്ടണത്തിലുണ്ട്. എനിക്ക് നൗഷാദിനെ അതിനു മുമ്പ് ഒന്നും അറിയില്ല. പക്ഷെ ഈ വാർത്ത അറിഞ്ഞപ്പോ ആ നൗഷാദിനെ, നിശ്ചലമായ ആ ശരീരമെങ്കിലും ഒന്ന് കാണണമെന്ന ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ വീട് തേടിപ്പോയി. വെള്ള പുതപ്പിച്ച ആ മനുഷ്യന്റെ ശരീരത്തിൽ നോക്കി നിൽക്കുകയും അദ്ദേഹത്തിന്റെ കാലിൽ മനസ്സുകൊണ്ട് ഞാനൊന്ന് നമസ്കരിക്കുകയും ചെയ്തു. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്ന് കവി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവനവന് വേണ്ടിയല്ലാതെ അവനെന്ന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്നും കവികള് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃഷ്ടനായാൽ അതിനെന്താശ്ചര്യമെന്നും കവികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരാളാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരാളാണ് നൗഷാദ്. അവിടെയുള്ള പലരോടും ഞാൻ നൗഷാദിനെ കുറിച്ച് ചോദിച്ചു. നൗഷാദിന്റെ ഉമ്മ രാത്രി കാലങ്ങളിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മഴച്ചാറൽ അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ജനലുകൾ കൊട്ടിയടക്കും. ആ സമയത്ത് കട്ടിലിൽ കിടന്ന് നൗഷാദ് വിളിച്ചു പറയും, ഉമ്മ ജനലടക്കണ്ട, ആരെങ്കിലും വിളിച്ച നമ്മള് കേൾക്കൂല. സഹായത്തിനു വേണ്ടി വിളിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്നവരാരോ അവരാണ് മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് പൊതുവിദ്യാലയത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ വിദ്യാലയം ഇനിയും ഒരുപാട് കാലം നിലനിൽക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ ഒരുപാട് ഇവിടെ ചേർക്കേണ്ടതുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര നേരം എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരാൾ